തെളിവില്ലാതെ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് രമേശ് ചെന്നിത്തല. തന്ത്രിയുടെ കേസിനകത്ത് തുടക്കം മുതലേ ആൾക്കാർക്കറിയാം അത് ഒരു പാളിച്ച ആയ സംഭവം തന്നെയാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വികലമായ അന്വേഷണം നടത്തി തെളിവില്ലാതെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും സീനിയറായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്തിന് ശ്രമിച്ചു, എന്തിന് വിധേയമായി എന്നൊക്കെ സംശയങ്ങൾ വരുമ്പോൾ ആ സംശയത്തിന് തക്കതായ കാരണമുണ്ട് എന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അത് മറ്റു ചിലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. SIT പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സർക്കാരിനോട് ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരു കടപ്പാടുമില്ല. അവർ കൃത്യമായിട്ട് സത്യസന്ധമായി അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകേണ്ട വ്യക്തികളാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ചാണ് ഈ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഡിവിഷൻ ബെഞ്ച് നല്ല ഓഫീസർമാരാണെന്ന് വിശ്വസിച്ച് അവരെ അന്വേഷണം ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അന്വേഷണം തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം അന്വേഷണത്തിലെ ചില വികലമായ അറസ്റ്റുകളുണ്ടായി എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അന്വേഷണ ടീമെ ഇത്രയും തെളിവില്ലാത്ത ഒരാളെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അവർ ആ അറസ്റ്റിന് വിധേയമായത് ബാഹ്യ സമ്മർദ്ദം കൊണ്ട് തന്നെ എന്ന് വിശ്വസിക്കേണ്ടി വരും. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന 2-3-4 മുൻ മന്ത്രിമാർ ദേവസ്വം ബോർഡിൻ്റെ ചാർജുള്ളവരെയൊക്കെ അറസ്റ്റിലേക്ക് വരും എന്ന് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. തന്ത്രിക്ക് ഒരു റോളും അതിൻ്റെ അകത്തില്ല. തന്ത്രിയുടെ കയ്യിൽ കുറേ അധികം പണമുണ്ട്. 2 കോടി 15 ലക്ഷവും പിന്നെ ഭാര്യയുടെ പേരിൽ 60-65 ലക്ഷവും ഉള്ളത്. അതൊരു കുറ്റമായിട്ടാണോ കണക്കാക്കുന്നത്? കാരണം തന്ത്രി ഈ സ്വർണത്തിൻ്റെ ഒരു പങ്കും വാങ്ങിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അവരത് കണ്ടെത്തിയിട്ടില്ല. പിന്നെ എന്തിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു? ആ അറസ്റ്റോടുകൂടി ഈ SITയുടെ അന്വേഷണം മൊത്തമായി പാളി. ആ കേസിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇനി അടുത്തൊരു ടീമിനെ നിയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റം തന്നെയാണ് തന്ത്രിയുടെ കാര്യത്തിൽ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തന്ത്രിയെ 3-4 പ്രാവശ്യം റിമാൻഡ് ചെയ്ത് 41 ദിവസം ജയിലിൽ ഇട്ടിട്ടും ആ കോടതിയുടെ മുമ്പിൽ തന്ത്രിയെ ജാമ്യത്തിൽ വിടാതിരിക്കാൻ വേണ്ടിയുള്ള വാദഗതിയിൽ എങ്ങും കോടതിയിൽ തന്ത്രി എന്താണ് കുറ്റം ചെയ്ത് അല്ലെങ്കിൽ തന്ത്രിയുടെ കുറ്റം എന്താണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുള്ള തെളിവുകളും ഇവരുടെ കയ്യിലില്ല. തന്ത്രി സ്വർണ്ണ തട്ടിപ്പ് കേസിനകത്ത് ഏതെങ്കിലും രീതിയിൽ അത് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തോ ഏതെങ്കിലും രീതിയിൽ അതിനോട് സഹകരിക്കുകയോ അതിൻ്റെ പണത്തിൻ്റെ അല്ലെങ്കിൽ സ്വർണം വിറ്റ പണത്തിൻ്റെ ഒരു പങ്ക് കൈപ്പറ്റിയതായിട്ട് എവിഡൻസ് ഇല്ലാതിരിക്കെ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ കൈ കുറേ പണം വന്നതിൻ്റെ സോഴ്സ് അത് സ്വർണം വിറ്റ് കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ പണം അദ്ദേഹത്തിന് എല്ലാ വർഷവും കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭക്തജനങ്ങൾ അതുപോലെ ആ തന്ത്രിക്ക് പണം കൊടുക്കും, വാരിക്കൂരി കൊടുക്കും, ആഭരണങ്ങൾ കൊടുക്കും, സ്വർണം കൊടുക്കും. അതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ കൊണ്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത്രയും പണം ലഭിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സ്വർണ്ണക്കൊള്ളക്കയുടെ കൂട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. സാമാന്യ ബുദ്ധിക്ക് നമുക്കതൊക്കെ യോജിക്കുന്നതാണ്. വേറെ വരുമാനമൊന്നുമില്ല, ദാരിദ്ര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ പോയെന്ന് വരാം. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായ ഒരു സാമ്പത്തിക നേട്ടം ഈ ശബരിമലയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ വരുമാനമൊന്നും സ്വർണ്ണത്തട്ടിപ്പ് കേസിനകത്ത് അതിൻ്റെ ഷെയർ ചെയ്യുമ്പോൾ ലഭിക്കാനില്ല എന്നൊക്കെ തന്ത്രിക്കറിയാം. അല്ലെങ്കിൽ തന്ത്രി അവർ സ്വർണം തട്ടിച്ചുന്നുണ്ട് എന്നറിഞ്ഞിട്ട് തന്ത്രി അതേപ്പറ്റി പ്രതികരിക്കാതിരുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഭയമാണ്, അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, അദ്ദേഹത്തിനെ കൊന്നുകളയോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ലോലഹൃദയനായ തന്ത്രിയെ പോലെ ഉള്ളവർ ഒരിക്കലും അവരോടൊപ്പം ചേരുന്നില്ലെങ്കിലും അവരുടെ ഭീഷണിക്ക് വിധേയമായി മിണ്ടാതിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് തന്ത്രിയുടെ കാര്യത്തിലൂടെ ഉണ്ടായത്. അതുകൊണ്ട് തന്ത്രിയുടെ അറസ്റ്റ് പാളിപ്പോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ കേസിന് ഇനി മുന്നോട്ടുള്ള അതിൻ്റെ പുരോഗതി
ഒരു വിശ്വസനീയമായ രീതിയിൽ കൊണ്ടുപോകാനും SITക്ക് കഴിയില്ല. അതുകൊണ്ട് ഇവരുടെ ടീമിനെ മാറ്റിയിട്ട് പുതിയൊരു നല്ല സത്യസന്ധമായ നല്ലൊരു ടീമിനെ നിയോഗിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പണിയെടുക്കുന്നവരാണ് ഇവിടെ എങ്കിലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അന്വേഷണം ഏത് വഴിക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു, ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇവർക്കുണ്ട്. ഗവൺമെൻറ്റിനെ ഇവരെ പണിഷ് ചെയ്യാനൊന്നും കഴിയില്ല. കാരണം അതിനകത്ത് ഉള്ള ആൾക്കാരൊക്കെ സീനിയർ ഓഫീസേഴ്സാണ്, എക്സ്പീരിയൻസ് ഓഫീസറാണ്. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സർവീസ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊന്നും കിട്ടാനുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള എവിഡൻസ് ഇല്ലാത്ത ഒരാളെ, പ്രത്യേകിച്ച് തന്ത്രി പോലെ ഉന്നത സ്ഥാനീയനായ ഒരാളെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇത് അന്വേഷണം ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായിട്ട് മാറ്റണം, അതുപോലെ അല്ലെങ്കിൽ CBI വരണം, ഏതെങ്കിലും ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം അന്വേഷണം ഇനി ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. കാരണം അതിനകത്ത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആ തൊണ്ടി സാധനം മൊത്തം എത്ര കിലോ വെളിയിലോട്ട് പോയി മോഷ്ടിച്ചു, എത്ര കിലോയുടെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ കൃത്യത ഇതുവരെയും വന്നിട്ടില്ല. 44 കിലോ അല്ലെങ്കിൽ 45 കിലോയോളം, 44,800, 45 കിലോയോളം സ്വർണം അവിടെ കൊണ്ടുവന്ന കണക്കുണ്ട്. അത് പൂശിയിട്ടുണ്ടെങ്കിൽ ഇത്ര പൂശി, അവിടുന്ന് മിച്ചം വന്നത് ഇത്ര, ആ മിച്ചം വന്ന സ്വർണം എവിടെ പോയി, എങ്ങോട്ട് പോയെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഉത്തരവാദിത്തം SITക്കുണ്ട്. അതുകൊണ്ട് ഈ ടീമിനെ കൊണ്ട് ആ അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത തൃപ്തികരമായ രീതിയിൽ, സാറ്റിസ്ഫാക്ടറി ആയ രീതിയിൽ ഒരു അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.